കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു പെർസെപ്ഷൻ ഉണ്ട്. കേരളത്തിൽ എപ്പോഴും കുഴപ്പമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. ദ ഹോൾ തിങ് ഈസ് നോ ഫാസിനേറ്റിംഗ് എക്കണോമിക് ക്രോസ് റോഡ്സ്. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. ഒരു വീട്ടമ്മയുടെ വീട്ടിലെ ചുമട്ട് തൊഴിലാളികളുമായിട്ടുള്ള വഴക്ക്. അവരെന്തോ 1000 രൂപ കൂടുതൽ ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇസ് കാച്ച്ഡ് അപ്പ് അറ്റ് എ നാഷണൽ ലെവൽ മീഡിയ. ഈവൻ ടൈംസ് ഓഫ് ഇന്ത്യ വരെ ഒരു ചെറിയ കോളത്തിൽ CITU ചുമട്ട് തൊഴിലാളികൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു. അതേസമയം ഞാൻ എന്റെ ബോംബെ ഓഫീസിലെ 20ാമത്തെ നിലയിൽ എന്റെ ഒരു പഴയ TV താഴെ ഇറക്കാൻ 2000 രൂപ കൊടുക്കേണ്ടി വന്നു. അവിടുത്തെ ഒരു ഗാങ്ങിന് വേണ്ടി, എങ്കിലേ അത് പുറത്ത് കടക്കാൻ സമയമുള്ളൂ. ദാറ്റ് ഇസ് വേഴ്സ് ദാൻ ദിസ്. ന്യൂയോർക്കിലൊരു 5-സ്റ്റാർ ഹോട്ടലിലെ ഒരു ലിഫ്റ്റില് ഇപ്പോഴും ഒരു ലിഫ്റ്റ് മാൻ ഇരിപ്പുണ്ട്. ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ജനറലോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു യൂണിയന്റെ സംഭവമാണ്. എവറി അവർ ഐ ആം പേയിങ് $38 per person. ഇത്തരം കാര്യങ്ങളൊക്കെ റിലിഗേറ്റ് ചെയ്തിട്ട് കേരളത്തിന്റെ മാത്രം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തപ്പെടുവാണ്. മിസ്റ്റർ മാത്യൂസിന് 5000 എംപ്ലോയീസ് ഉണ്ട്. അതിൽ 3000 പകുതിയിലധികം കേരളത്തിലാണ്. ഈ നവ ഹാഡ് എനി പ്രോബ്ലം. എന്റെ ഫ്രണ്ട് മുരളി ഇവിടെ ഇരിപ്പുണ്ട്. മുരളി ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങി, മുരളിയ മിൽക്ക്. ഒരു പ്രോബ്ലം ഇതൊരു ഉണ്ടായിട്ടില്ലാന്ന് പറയും. ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ.